ആൺമക്കളുടെ ഭാര്യമാരെ സ്ട്രെയിറ്റ് അവേ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ആക്കി ഒന്നിച്ചങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു ഇത് ഒരിക്കലും വിജയിക്കില്ല. ഇതിൻ്റെ അകത്തൊരു ഫണ്ടമെൻ്റൽ ഗോൾഡൻ റൂളുണ്ട്. സർ, ഫാമിലി ബിസിനസ്സിൽ പെൺമക്കൾ കല്യാണം കഴിച്ച് അവരുടെ ഭർത്താക്കന്മാർ വരുമ്പോൾ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇതേപോലെ തന്നെയുള്ള ഒരു ഇഷ്യൂ ആണ് ആൺമക്കൾ കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാരെ ഈ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള പോസ്റ്റുകൾ തന്നെയാണോ കിട്ടുന്നത്? ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതിലും വലിയൊരു ഇഷ്യൂ ആണത്. അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ചട്ടക്കൂട് അനുസരിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു യെസ് ഓർ നോ ആൻസർ ഇല്ല. ഇത് പല ഫാമിലിയുടെയും തിങ്കിങ്, ഡിസിഷൻസ്, അവരത് ടെസ്റ്റ് ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അത് മുന്നോട്ട് പോകാനായിട്ട്. ഇതിനൊരു എൻ്റെ എക്സ്പീരിയൻസും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതും ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതും എല്ലാമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതും വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഇതൊരിക്കലും ആൺമക്കളുടെ ഭാര്യമാരെ സ്ട്രെയിറ്റ് അവേ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ആക്കി ഒന്നിച്ചങ്ങ് പൊക്കോട്ടെ എന്നുള്ളൊരു ഇത് ഒരിക്കലും വിജയിക്കില്ല. ഇതിൻ്റെ അകത്തൊരു ഫണ്ടമെൻ്റൽ ഗോൾഡൻ റൂളുണ്ട്. ഒന്നാമത് അതിൻ്റെ അകത്തേക്ക് പാഷൻ വേണം. കാരണം ഇത് വരുന്ന ഒരു എംപ്ലോയി അല്ല, ഒരു ഓണറുമായിട്ട് പവറുള്ള ഒരാളാണ്. ഓണർഷിപ്പ് എടുക്കേണ്ട ഒരാളാണ്. ആ അതോറിറ്റിയും പവറോടെ ഉണ്ട്. അപ്പോൾ വെറൊരു എംപ്ലോയി ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ആലോചിക്കേണ്ടത് ഓരോരോ പൊസിഷൻ എൻഗേജ് ചെയ്യിക്കാനുള്ള മച്യൂരിറ്റി ഉണ്ടോ, നോളജ് ഉണ്ടോ, പാഷനുണ്ടോ, പ്രൊഫഷണലിസം ഉണ്ടോ, ഇത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ആരാണെങ്കിലും കയറ്റാവുള്ളൂ, എസ്പെഷ്യലി ആൺമക്കളുടെ ഭാര്യമാരെ. അപ്പോൾ വളരെ ഫിൽട്ടർ ചെയ്ത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ടോപ്പിലാണ് ഇരിക്കുന്നത്, ഒരിക്കലും താഴെ വന്നിരിക്കാൻ സാധ്യതയില്ല. ഒരു ലെവലിലേ ഇവരെയൊക്കെ പ്ലേസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ കേസ് വരുവാണെങ്കിൽ നമ്മൾ പെൺമക്കളുടെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ മെയിൻ ബിസിനസ്സിലേക്ക് ഇവർ ഇൻവോൾവ് ചെയ്യിക്കാണ്ട് അവരെ മീനിങ് ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യിക്കുക. അതല്ലേ വേണ്ടേ? അപ്പോൾ ഈ ഇപ്പം ചില പെൺപിള്ളി വരുന്നവർ ചിലപ്പോൾ പ്രൊഫഷണൽസ് ആയിരിക്കാം, അവർക്ക് ആ ജോലിയുമായിട്ട് പോകുന്നവർ പോട്ടെ. ചിലർക്ക് ബിസിനസ് ഫ്ലെയർ ഉള്ളവരായിരിക്കും, അവർക്ക് ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ഫങ്ഷൻ ഇതുമായിട്ട് ഒരു ഡേ ടു ഡേ ഇതിൽ ബന്ധമില്ലാത്ത ഒരു സപ്പോർട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ചുരുക്കി പറഞ്ഞാൽ ഈ ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 2-3 ആൺകുട്ടികളുണ്ട്, ഒരു ബിസിനസ്സിൽ അവർ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരു ഫ്രിക്ഷൻ ഉണ്ടായാൽ പോലും അത് പിറ്റേ ദിവസം അത് ഇല്ലാണ്ടാവും. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്. അതേസമയത്ത് ഇതിൻ്റെ അകത്ത് ഫാമിലിയും കൂടെ ഇൻവോൾവ് ചെയ്താൽ, ഫാമിലി അവിടെ തന്നെ ഇൻവോൾവ് ചെയ്യണമെന്നില്ല. ഈവൻ ഇവർ വീടുകളിൽ പോയി ഡിസ്കസ് ചെയ്താൽ പോലും ആ പ്രശ്നം പിന്നെ തീരില്ല. അപ്പം നമ്മൾ വളരെ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ കട്ട് ഡിഫൈൻഡ് പ്രോട്ടോക്കോളിൽ തന്നെ പോകണം, എസ്പെഷ്യലി ടോപ്പിലിരിക്കുന്ന ആൾക്കാർ ഈ കാര്യത്തിൽ. ഇത് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ബിസിനസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു സ്ട്രാറ്റജി ആവും. അത് എല്ലാ ജനറേഷനും അത് റൂളാക്കാം. അപ്പോൾ നമ്മുടെ ഗവേണൻസ് സിസ്റ്റത്തിൽ, നമ്മുടെ ഫാമിലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി റൂളിൽ ഇത് റൂളാക്കാം. ബട്ട് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദം, വി ആർ എൻഗേജിങ് ദം. അപ്പോൾ ഇതായിരിക്കും ഒരു നല്ലൊരു മോഡൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.